പ്രിയരെ, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തു ഈ ലോകഭരണം ഏറ്റെടുക്കുവാൻ സമയമായി. വിശുദ്ധ ബൈബിൾ വേദാധ്യാപകനും ഗ്രന്ഥകർത്താവുമായ പാസ്റ്റർ പി അതിരൂപൻ പ്രഭാഷണം തുടങ്ങുന്നു. ഇവാഞ്ചലിസ്റ്റ് ചെറിയാൻ മാത്യു കുമ്പനാട് ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमप्रधान परमेश्वर के बहुमूल्य नाम की महिमा हो. രാജവാഴ്ച എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചിന്തിക്കാൻ പോകുന്നത്. राजा की शासन के बारे में, उस विषय के बारे में हम लोग मनन करने जा रहा है. ഒരു സംവാദമാണ്. ये एक विवाद है. ബൈബിൾ പറയുന്ന ദിനം പ്രതി സംവാദം എന്ന വിഷയമാണ്. बाइबल में जो कहते हुए प्रतिदिन का वाद विवाद के बारे में है. ഭൂലോക രാജ്യങ്ങളിൽ അനേക രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. दुनिया में कई समय पर कई लोग शासन किया है. ഏറെ നൂറ്റാണ്ടുകളായി അനേക ചക്രവർത്തിമാരും രാജാക്കന്മാരും ഈ ഭൂരാജ്യങ്ങളിൽ ഭരിച്ചിട്ടുണ്ട്. कई सदियों से लेकर राजा और चक्रवर्ती लोग इस दुनिया को शासन किया है. ഓരോ രാജാക്കന്മാരുടെയും ഭരണ സംവിധാനത്തിന് വ്യത്യാസമുണ്ട്. वो हई राजाओं का भरण संविधान में एक फर्क है. ചിലർ അവരുടെ ഭരണം ജനകീയമാണ്. कुछ लोग साधारण विधि से शासन कर रहा था. ചില രാജാക്കന്മാർ ക്രൂരന്മാരായി ഭരിച്ചിട്ടുണ്ട്. कुछ राजा लोग बहुत क्रूर रीति से शासन किया है. അങ്ങനെയുള്ളതായ ഒരു ഭരണ സംവിധാനം ഏറെ കാലമായി ഭൂമിയിൽ നടപ്പിലുണ്ടായിരുന്നു. ऐसा एक शासन का कार्यकाल कई समय से लेकर इस दुनिया में हो रहा था. വിശുദ്ധ ബൈബിളിൽ നിരവധി രാജാക്കന്മാരെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. पवित्र शास्त्र में कई राजाओं के बारे में मनन किया है. ദാനിയേൽ പ്രവചനത്തിൽ നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് ശക്തമായ ഒരു വിവരണമുണ്ട്. दानियल की पुस्तक में नबूकदनेस्सर करके राजा के बारे में बयान किया है. അത് ബാബിലോൺ സാമ്രാജ്യത്തെ കുറിച്ചുള്ള ഭരണമാണ്. वो बेबीलोन साम्राज्य के बारे में बयान किया है. ബാബിലോൺ സാമ്രാജ്യം പിന്നെ മേദ്യ പേർഷ്യ എന്ന സാമ്രാജ്യത്തിന് വഴിമാറി കൊടുത്തു. बाबिलोन की साम्राज्य थोड़ा समय के बाद मेद्य पर्सी साम्राज्य के लिए रास्ता छोड़ दिया. ആ വിഷയത്തെ കുറിച്ചുള്ള ഒരു ദർശനം നിങ്ങൾ ഈ ചാർട്ടിൽ കാണുകയാണ്. उसके बारे में एक दर्शन ये दिया हुआ चार्ट में दिखा रहा है. കുറെ കാലം കഴിഞ്ഞപ്പോൾ അത് ഗ്രീക്ക് സാമ്രാജ്യത്തിന് വഴിമാറി കൊടുത്തു. कुछ समय के बाद ग्रीक साम्राज्य के लिए वो रास्ता छोड़ दिया. വീണ്ടും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ റോമ സാമ്രാജ്യം അധീനതയിൽ വന്നു. और कुछ समय के बाद रोमा साम्राज्य कार्य में आ गया. അതിനുശേഷം ജനാധിപത്യ ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. उसके बाद में डेमोक्रेटिक शासन अभी हो रहा है. ഇത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനായത്ത ഭരണമാണ്. ये दुनिया में लोग जो पब्लिक चुने हुए जो लोग शासन करता है. ഇതിൽ മന്ത്രി ഭരണമാണെന്ന് എല്ലാവർക്കും അറിയാം. इसमें मंत्री लोग कार्य कर रहा है, शासन कर रहे, सबको मालूम है. എന്നാൽ ഈ രാജഭരണവും മന്ത്രിഭരണവും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ये राजा लोगों का शासन और मंत्री लोगों का शासन फिर से होते जाते रहता है. സ്വർഗത്തിലെ ദൈവം ദാനിയേൽ പ്രവാചകന് ദർശനം കൊടുത്തു. स्वर्गीय परमेश्वर ने दानियल भविष्यद्वक्ता को एक दर्शन दिया. അത് നെബൂഖദ്നേസർ രാജാവ് പള്ളിമെത്തയിൽ വിശ്രമിക്കുമ്പോൾ കണ്ട ഒരു സ്വപ്നമാണ്. वो नेबूकदनेस्सर राजा ने अपना बिस्तर पर सोने के समय में उसको मिला हुआ एक दर्शन है. വളരെ വിശേഷതയേറിയ വലിയൊരു ബിംബമാണ് കാണുന്നത്. बहुत बड़ा एक अजीब प्रतिमा को राजा देख रहा है. നിങ്ങൾ ഈ കാണുന്ന ചാർട്ട് പോലെ ये जो चार्ट आप लोग देख रहा है, അതിന്റെ തല തങ്കം കൊണ്ടുള്ളതാണ്. उसका सिर जो सोने का है, കൈയും നെഞ്ചും വെള്ളി കൊണ്ടുള്ളത്, छाती और हाथ चांदी का बना हुआ है. വയറും അരയും താമ്രം കൊണ്ടുള്ളതാണ്. उसका पेड़ और कमर पित्तल का बना हुआ है. വീണ്ടും കാൽ ഇരുമ്പ് കൊള്ളതാണ്. काल लोकन का है. उसका पैर लोकन का है. 10 വിരൽ ചേർന്നതായ പാദം എന്ന് പറയുന്നത് കളിമണ്ണും ഇരുമ്പും മിശ്രിതമാണ്. उसका जो 10 अंगुलियां जो है पैर का, वो मिट्टी और लोकन का बना मिला हुआ है. അത് കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാർട്ടിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
वो अच्छा स्पष्ट रीति से आप लोग इस चार्ट में देख रहा है। ലോക സാമ്രാജ്യത്തിൽ ഏറ്റവും അഗ്രഗണ്യനായി പ്രവർത്തിച്ച നാടുവാഴിയാണ് നെബൂഖദ്നേസർ. दुनिया की जो राजाओं में सबसे बहुत बड़ा राजा था नेबूखदनेस्सर। ആ നെബൂഖദ്നേസർ രാജാവിനെ തുടർന്ന് പല രാജ്യങ്ങൾ ഭരിച്ച ഭാഷയെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. नेबूखदनेस्सर राजा के बाद में कई राजा लोग शासन किया, उसके बारे में लिखा गया है। ഏറ്റവും അവസാനം വരുമ്പോൾ അത് കളിമണ്ണും ഇരുമ്പും തമ്മിൽ മിശ്രിതമായിരിക്കുന്ന ഒരു ഭരണമാണ്. ये आखिरी में वो जो मिट्टी और लोखंड साथ में जो मिलाकर बनाया हुआ एक शासन के बारे में ही बनाता है। ദാനിയേൽ പ്രവാചകൻ അവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ പാദപീഠത്തിൽ ഉയരത്തിൽ നിന്ന് വലിയൊരു കല്ല് വന്ന് വീഴുക. दानियल की भविष्यद्वक्ता ने ये बताया है उसके पैर में एक बड़ा पत्थर आकर गिरता है, അത് വലിയൊരു പർവ്വതമായി തീരുന്നു. वो एक बहुत बड़ा पर्वत बन जाता है। സ്വർണവും വെള്ളിയും താമ്രവും ഇരുമ്പും എല്ലാം ഭസ്മീകരിക്കപ്പെട്ട കാറ്റിൽ അത് പറന്നുപോയി. सोना चांदी पित्तल लोखंड सब कुछ भस्म होकर वो सब उड़ गया। ഈ പർവ്വതം വലിയ നിലയിൽ ഭൂമിയിൽ നിറയുകയാണ്. ये पहाड़ बहुत बड़ा होकर सारे पृथ्वी पर फैल जाता है। ഇത് ഒരു ദൈവിക ഭരണത്തെ കുറിച്ചാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ये परमेश्वर का एक शासन के बारे में बता रहा है। ഈ രാജാക്കന്മാരുടെ കാലത്ത് इस दुनिया की राजाओं के शासन काल में ഒരു പുതിയ ഭരണ സംവിധാനം ദൈവം ഇവിടെ കൊണ്ടുവരും എന്ന് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. एक नया शासन की कार्यक्रम परमेश्वर यहाँ पर लाएगा करके लिखा गया है। ദാനിയേൽ 7-ാം അധ്യായം 27-ാം വാക്യം ഇവിടെ വായിക്കാം. दानियल की पुस्तक उसका 7वीं अध्याय की 27 कलाम यहाँ पर पढ़ के सुनाता है। ഈ രാജാക്കന്മാരുടെ കാലത്ത് इस राजाओं के शासन काल में സ്വർഗത്തിൽ നിന്നും ദൈവം സ്ഥാപിതമാക്കുന്ന രാജ്യത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. स्वर्ग से परमेश्वर ने स्थापना करने वाला राज्य के बारे में वहां पर लिखा गया है। പിന്നെ ആകാശത്തിന് കീഴിലുള്ള എല്ലാ രാജ്യങ്ങളുടെ മഹത്വത്തിന്മേലും അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ ഭരിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. दुनिया के आकाश के नीचे दुनिया में कितना भी राजा हो, लेकिन सबके ऊपर परमेश्वर की अधिकार प्रभुता करेगा। ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് आज से 2025 साल पहले ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ മശിഹ ഈ ഭൂമിയിൽ കടന്നു വന്നു. परमेश्वर का एकलौत पुत्र प्रभु यीशु मसीह इस दुनिया में आया। സകല മാനവരാശിയുടെയും പാപങ്ങൾക്ക് പരിഹാരം കൊടുക്കുവാൻ വന്ന ഏക രക്ഷകനാണ് യേശു. सारे मानव जाति का उद्धार के लिए आया हुआ एक ही एक रक्षक है प्रभु यीशु मसीह। ആ യേശു ക്രിസ്തു ഭൂമിയിൽ വാഴും എന്നുള്ള ഒരു ഉറപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. वो प्रभु यीशु मसीह इस दुनिया में शासन करेगा करके उसके बारे में खातरी पूर्वक यहाँ पर लिखा गया है। യെശയ്യാപ്രവചനം 32-ാം അധ്യായത്തിന് 1-ാം വാക്യം विशेषाल ഓർക്കേണ്ട ഒരു വാക്യമാണ്. यशायाह नबी का पुस्तक 32 अध्याय का पहला आयत हम बहुत विशेष रूप से ध्यान करना है। ഒരു രാജാവ് നീതിയോടുകൂടെ വാഴും, एक राजा धर्म के साथ राज्य करेगा, അവന് രാജപുത്രന്മാർ രാജകുമാരന്മാരായി ഇവിടെ ഭരണം നടത്തും. उसके पुत्र राजकुमार करके यहाँ पर शासन करेगा। അത് മലയാളത്തിൽ വായിക്കുമ്പോൾ പ്രഭുക്കന്മാരായി ഭരണം നടത്തുമെന്നാണ്. वो मलयालम में प्रभु करके राज करेगा करके लिखा गया है। അങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി 2000-ത്തിലധികം വാഗ്ദത്ത വചനങ്ങളുണ്ട്. नया नियम में और पुराना व्यवस्था विवरण में करके 2000 से अधिक भविष्यवाणियां उसके बारे में दिया गया है। ആ ക്രിസ്തുവിന്റെ രാജഭരണത്തെ ഉറപ്പിക്കുന്ന ധാരാളം പ്രവചനങ്ങളാണ്. प्रभु का जो शासन काल के बारे में जो हालेलुया में स्थिर करता है कई वचन है। അപ്പോസ്തലനായ പൗലോസ് കർത്താവിനെ അറിഞ്ഞതിന് ശേഷം प्रेरित पौलोस प्रभु यीशु मसीह को जानने के बाद ഈ ലോകഭരണത്തിനെല്ലാം മാറ്റം വരുമെന്നും ഒരു രാജാവ് നീതിയോടുകൂടെ ഭരിക്കുമെന്നും താൻ വ്യക്തമായി ബോധവാനായി പ്രസംഗിക്കുവാൻ തുടങ്ങി. इस दुनिया के सारे शासनकर्ताओं निगल जाएगा और एक राजा धार्मिकता के साथ राज्य करेगा करके उसको मालूम पड़ गया। മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ് ആദ്യം താൻ പ്രസംഗിച്ചത്. मध्य पूर्व देशों में उसने पहले प्रचार किया था। താൻ പ്രസംഗിക്കുമ്പോൾ ജനത്തെ വചനം പഠിപ്പിക്കുമ്പോൾ തന്നെ അനേക രാജാക്കന്മാർ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്.
परमेश्वर का दास इस वचन को सिखाने का समय में उस जमाने में कई राजा लोग बदल बदल कर राज कर रहे थे। ആ സമയം യേശു എന്ന ഒരു മഹാരാജാവ് ഭൂമിയിൽ ഭരിക്കും എന്ന് താൻ പ്രസംഗിക്കാൻ തുടങ്ങി. उस समय प्रभु यीशु मसीह एक महाराजा इस धरती का राज करेगा करके उसने बताया। नीरो തുടങ്ങിയ ചക്രവർത്തിമാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലം, नीरो के समान कई लोग शासन करने का समय ജനത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. लोगों को वो स्वीकार करने का लायक नहीं था। ആ സമയത്ത് ഇവയെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. उस समय इसके बारे में वाद विवाद होता रहा। ഇവയെക്കുറിച്ചുള്ള സ്പെഷ്യൽ ബൈബിൾ സ്റ്റഡി യോഗങ്ങൾ നടത്തുകയുണ്ടായി. इसके बारे में बाइबल स्टडी करके कई हालेलुया सभाएं हुआ। ഇന്ന് സംവാദം എന്ന് പറയുന്ന ഒരു വാക്ക് ഏവർക്കും പ്രസിദ്ധമാണ്. आज वाद विवाद करके एक मशहूर बात है, सब लोग जानते हैं। ഏതെങ്കിലും ഒരു ദേശത്തിൽ ഒരു രാജ്യത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ അവയെക്കുറിച്ചുള്ള സംവാദങ്ങളുടെ മീറ്റിംഗ് നടത്താറുണ്ട്. कोई भी देश में राज्य में कोई घटनाएं अगर हो जाता है तो उसके बारे में कई संवाद और वाद विवाद होते हैं। അവയെക്കുറിച്ചുള്ള വ്യക്തത വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ സംവാദങ്ങൾ വയ്ക്കുന്നത്. उसके बारे में जो स्पष्टीकरण होने के लिए लोग वाद विवाद करते हैं। അതാത് ദേശത്തിലെ പ്രസിദ്ധന്മാരായ ലീഡേഴ്സ് ആയിരിക്കും അതിൽ സംവാദത്തിൽ പങ്കെടുക്കുന്നത്. जगह जगह की जो मशहूर लोग जो इसके बारे में बयान करते हैं और वाद विवाद करते हैं। അങ്ങനെ പൗലോസിന്റെ പ്രസംഗങ്ങൾ കേട്ടും അതിനോടൊപ്പം രോഗശാന്തിയും അത്ഭുതങ്ങൾ നടക്കുകയുണ്ടായി. पौलुस के प्रचार सुनकर परमेश्वर का वचन लोग सुनते थे और चंगाई भी पाते थे। പൗലോസിന്റെ ശക്തമായ പ്രസംഗങ്ങൾ കേൾക്കാൻ, पौलुस का जो प्रभावशाली प्रचार सुनने के लिए പരീശന്മാരും ന്യായശാസ്ത്രിമാരും എല്ലായിടത്തും കൂടും. फरीसी और साधु की लोग कहीं पर भी वो इकट्ठा होते थे। ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി എന്ന് പറയുന്നത് യെരുശലേം ദേവാലയമാണ്. इस्राएल के सबसे श्रेष्ठ आराधनालय यरूशलेम की आराधनालय है। യെരുശലേമിൽ ഈ ആലയത്തോട് ബന്ധത്തിൽ അവിടെ മാത്രമേ യാഗങ്ങൾ നടക്കാറുള്ളൂ. यरूशलेम मंदिर में ही सिर्फ बलि होता था। എന്നാൽ യെരുശലേമിന് പുറത്ത് യഹൂദന്മാർ ഏതെല്ലാം രാജ്യങ്ങൾ താമസിച്ചു അവിടെയെല്ലാം സിനഗോഗുകൾ അഥവാ പള്ളികളുണ്ട്. यरूशलेम के बाहर जहां पर भी यहूदी लोग रहते थे वहां पर सिनगोग प्रार्थनालय होते थे। അവിടെ യാഗങ്ങൾ ഇല്ല. वहां पर कभी भी बलि होता नहीं था। അവർ തിരുവെഴുത്തുകൾ അല്ലെങ്കിൽ തോറ ന്യായപ്രമാണം വായിക്കുവാനും വ്യാഖ്യാനിക്കുവാനും വേണ്ടിയൊക്കെ ഉള്ള പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുകയാണ്. वहां पर लोग परमेश्वर का वचन पढ़ने के लिए, व्यवस्था विवरण को पढ़ने के लिए और सुनने के लिए, प्रार्थना करने के लिए इकट्ठा होते थे। യേശുക്രിസ്തു ഇവിടെ മനുഷ്യാവതാരത്തിൽ വന്ന് 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്തു. ये परमेश्वर प्रभु यीशु मसीह इस दुनिया में आकर 3.5 वर्ष तक सेवकाई करते थे। തന്റെ ശുശ്രൂഷകളിൽ എവിടെയെല്ലാം സിനഗോഗുകളുണ്ടോ അവിടെയെല്ലാം തിരഞ്ഞു പോയി അവിടെ പ്രസംഗിക്കുമായിരുന്നു. यहाँ पर भी वो जाते थे, वहां पर कहीं पर भी सिनगोग होता तो ढूंढ ढूंढ कर वहां पर जाके प्रचार करते थे। അത് തന്നെയാണ് പൗലോസും ചെയ്തത്. वही एक बात प्रेरित पौलुस ने भी अपना जीवन में किया था। പരമ്പരാഗതമായിട്ടുള്ള യഹൂദന്മാരാണ് സിനഗോഗിലെ അംഗങ്ങൾ. परंपरा से जो सिनगोग का मेंबर्स उधर का जो यहूदी लोग हैं, അവർക്ക് പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. परमेश्वर का दास प्रेरित पौलुस जो प्रचार करते थे उस यीशु मसीह पर विश्वास करना उनके लिए अनहोना था। മിറക്കിൾ അഥവാ വീര്യപ്രവൃത്തികളും രോഗശാന്തിയും ഒക്കെ നടക്കുന്നത് കൊണ്ട് യേശുവിൽ അവർ വിശ്വസിച്ചു. अद्भुत कार्य होने के कारण लोग प्रभु यीशु मसीह के ऊपर विश्वास किया। എന്നാൽ യേശു മഹാരാജാവായി ഭൂമിയിൽ ഭരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. लेकिन प्रभु यीशु मसीह महाराजा करके इस दुनिया पर राज्य शासन करेगा करके बोला तो वो बात उसको विश्वास कर नहीं सकता था। അവയെ തെളിയിക്കുവാൻ വേണ്ടിയാണ് സംവാദ മീറ്റിംഗുകൾ വെച്ചത്. उसको स्पष्टीकरण करने के लिए इस वाद विवाद को चालू किया था। കർത്താവ് യേശു തന്നെയും സ്നാപക യോഹന്നാനും പ്രസംഗിച്ചതിൽ സ്വർഗരാജ്യം ദൈവരാജ്യം എന്നുള്ള 2 പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങളുണ്ട്. जो बपतिस्मा देने वाला यूहन्ना और प्रभु यीशु मसीह अपने प्रचार के दौरान इस परमेश्वर का राज्य और
प्रभु के राज्य के बारे में बयान किया गया है। ഈ സ്വർഗരാജ്യം ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യം ഇന്ന് നിലവിലുണ്ട്. स्वर्गीय राज्य और परमेश्वर का राज्य क्या है करके आज भी संदेह कई लोगों को है। അത് വളരെ വ്യത്യസ്തമായ പര്യായ പദങ്ങളിൽ കൂടെയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. वो कई प्रकार के हालेलुया बयान उसमें किया गया है। അങ്ങനെ കർത്താവ് യേശു പള്ളികളിൽ പോയി ഉപദേശിച്ചതുപോലെ പൗലോസും പള്ളികളിൽ പോയാണ് ആദ്യം പ്രസംഗിക്കാൻ തുടങ്ങിയത്. जैसा मंदिरों में जाकर प्रभु यीशु मसीह प्रचार किया था, वैसा ही परमेश्वर का दास प्रेरित पौलुस भी मंदिरों में जाकर प्रचार करते थे। കർത്താവ് യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. प्रभु यीशु मसीह मुर्दों के बीच में से तीसरा दिन जी उठा। അതിനുശേഷം ശിഷ്യന്മാർക്ക് പലപ്പോഴായി 10 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടത് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. उसके बाद में अपना चेले लोगों को 10 बार कई समय में प्रकट हुआ करके ये वचन में लिखा गया है। അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 2-ാം വാക്യം ഇത്തരണത്തിലൂടെ വായിക്കുന്നു. प्रेरित का पुस्तक 1 अध्याय का 2 कलाम यहाँ पर पढ़ता है। യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷമായി. उस दिन तक जब तक वो उन प्रेरितों को जिन्हें उसने चुना था पवित्र आत्मा के द्वारा आज्ञा देकर ऊपर उठाया ना गया। ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ കർത്താവോട് കാണിക്കുക. उसने दुख उठाने के बाद बहुत से पक्के प्रमाणों अपने आप के द्वारा जीवित दिखाया और 40 दिन तक वो उन्हें दिखाई देता रहा और परमेश्वर के राज्य के बातें करते रहा। 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിട്ട് 40 നാളോളം ശിഷ്യഗണങ്ങൾക്കും അനേക ഭക്തന്മാർക്കും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. तीसरे दिन जी उठने के बाद 40 दिन तक अपने शिष्य लोगों को और कई लोगों को वो अपने आप प्रकट करता रहा। ആ ദിവസങ്ങളെല്ലാം താൻ അവരെ ഉപദേശിച്ചതും പ്രസംഗിച്ചതും ദൈവരാജ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. उन दिनों में परमेश्वर ने उपदेश दिया और प्रचार कर रहा था परमेश्वर के राज्य के बारे में। താൻ ആദ്യം 3.5 വർഷം പ്രസംഗിച്ചത് മുഴുവനും ദൈവരാജ്യത്തെ കുറിച്ചാണ്. पहले उसने 3 साल तक प्रचार किया था, वही परमेश्वर के राज्य के बारे में था। ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും താൻ പ്രസംഗിച്ച വിഷയം ദൈവരാജ്യത്തെ കുറിച്ചാണ്. जी उठने के बाद भी उसका प्रचार का विषय परमेश्वर के राज्य में ही था। ആ ഭാഗം ആണ് ഈ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ വായിച്ചത്. उस बात इस प्रेरितों का कृत्य 1 अध्याय में लिखा गया है। അടുത്തതായി പള്ളിയിൽ സംവാദങ്ങൾ നടന്നു. दूसरी बात यह है मंदिरों में वाद विवाद होता रहा। അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം प्रेरितों का कृत्य 19वीं अध्याय 8-ാം വാക്യം. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ച് സംവാദിച്ചും അങ്ങനെ വായിക്കുന്നു. वो आराधनालय में जाकर 3 महीने तक निडर होकर बोलता रहा। ദീർഘ ദിവസങ്ങൾ സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് അവിടെ ശുശ്രൂഷ ചെയ്യുകയാണ്. और परमेश्वर के राज्य के विषय में विवाद करता रहा और समझाता रहा। വിഷയം ദൈവരാജ്യം എന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. विषय परमेश्वर का राज्य वहां पर लिखा गया है। തുടർന്ന് ദിനം പ്രതി തുറന്നോസിന്റെ പാഠശാലയിൽ ഈ സംവാദം തുടർന്നുകൊണ്ടേയിരുന്നു. उसके आगे उसने तो उन तुरन्नोस की जो पाठशाला में वाद विवाद किया करता था करके लिखा है। അത് 2 വർഷത്തോളം നീണ്ടു നിന്ന സംവാദമാണ്. वो 2 साल तक लंबा चला हुआ वाद विवाद है। കാര്യം വളരെ ഗൗരവമാണ്. विषय बहुत गौरवपूर्ण है। 20-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ 20वीं अध्याय की 25वीं कलाम में നിങ്ങളിടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായി എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് പറയുന്നു. अब देखो मैं जानता हूं कि तुम सब जिनमें परमेश्वर के राज्य के प्रचार करता मिला मेरा मुंह फिर न देखोगे। അപ്പോസ്തലന്മാരുടെ പ്രത്യേകിച്ച് ശൗൽ എന്ന പൗലോസിന്റെ പ്രസംഗ വിഷയം ദൈവരാജ്യം എന്നുള്ളതാണ്. प्रेरितों का खास करके पौलुस का जो विषय उनका प्रचार का विषय परमेश्वर का राज्य है.
അപ്പോസ്തലന്മാരിൽ ഒരുവനായ ഫിലിപ്പോസിന്റെ പ്രസംഗം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നു. അവിടെയും ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ച കാര്യമാണ്. प्रेरित फिलिप्पोस का जो प्रचार का विषय 8वें अध्याय की में हम बढ़ता है, वो भी परमेश्वर का राज्य है। അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളും പ്രസംഗങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകത്തിലാണ്. प्रेरितों का सारे कार्य लिखा गया है, प्रेरितों का कृत्य करके पुस्तक में है। 28-ാം അധ്യായത്തിൽ വരുമ്പോൾ 28 की अध्याय में आते समय അതിന്റെ 23-ാം വാക്യം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. उसका 23 कलाम को हमारे ध्यान में लाए। ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും പൗലോസിന്റെ പാർപ്പിടത്തിൽ വന്നു. तब उन्होंने उसके लिए एक दिन ठहराया और बहुत से लोग उसके यहाँ इकट्ठा हुए। അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. और वो परमेश्वर के राज्य के गवाही देता हुआ। ദൈവരാജ്യത്തിന് സാക്ഷ്യത്തിനായി ഉപയോഗിച്ച പുസ്തകം മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളുമാണ്. और मूसा की व्यवस्था और भविष्यद्वक्ताओं की पुस्तकों में से यीशु के विषय में वो समझाकर और उनको उनसे बातें करता रहा। പഴയ നിയമ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് തോറ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് യേശുവിന്റെ രാജഭരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടെ വെളിപ്പെടുത്തുകയാണ്. पुराना नियम में खास करके जो तोरा पुस्तकों में परमेश्वर प्रभु यीशु मसीह का राज्य के बारे में वहां पर लिखा है। അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ച കാര്യമാണ് അവിടെ തുടർന്ന് വായിക്കുന്നത്. उसको समझाने के लिए सुबह से लेकर शाम तक उससे वाद विवाद करते हुए करके वहां पर लिखा गया है। ഇതെല്ലാം സംവാദം എന്ന് പറയുന്ന വിഷയത്തിനകത്ത് വരും. ये सब कुछ वाद विवाद का जो अंदर आता है। അവിടെ യഹൂദന്മാരായ ശ്രേഷ്ഠന്മാരുണ്ട്, वहां पर यहूदी लोगों का श्रेष्ठ लोग है, അവിടെ മൂപ്പന്മാരുണ്ട്, वहां पर प्राचीन लोग है, അവിടെ റബ്ബിമാരുണ്ട്, उसका रब्बी लोग है, മഹാപുരോഹിതന്മാരുടെ എക്സ് പുരോഹിതന്മാരുണ്ട്, महायाजक और याजक लोग भी है, അവരും ചില യവനായ വിശ്വാസികൾ അതിനകത്തുണ്ട്. और कुछ यूनानी विश्वासी लोग भी वहां पर थे। അവർക്ക് വ്യക്തത ഉണ്ടാകുവാൻ 1-2 മണിക്കൂർ ടൈം അല്ല, രാവിലെ തുടങ്ങി സന്ധ്യ വരെയും സംവാദമാണ്, അഥവാ വാഗ്വിഭാവമാണ്. उसका इस बात की स्पष्टता के लिए 1-2 घंटा नहीं बल्कि सुबह से लेकर शाम तक हालेलुया इस वाद विवाद होता रहा। അതിന്റെ അവസാന 29-30 വാക്യത്തിൽ വായിക്കുമ്പോൾ उसकी आखिरी में 29 और 30 कलाम में हम पढ़ता है, കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. जब से उनका कहा यहूदी आपस में बहुत विवाद करने लगे और वहां से चले गए, 2 साल तक ये वाद विवाद चलता रहा। തന്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. वो पूरे 2 वर्ष अपने भाड़े के घर में रहा और उसके पास जो आते थे उन सबसे मिलता रहा और बिना रोक टोक बहुत निडर होकर परमेश्वर के राज्य का प्रचार करता रहा। ഹല്ലേലൂയ, आमीन। അവിടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. वहां पर बिना रोक टोक निडर होकर परमेश्वर के राज्य के बारे में प्रचार करता रहा करके लिखा है। അതിനോട് ചേർന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും ഉപദേശിച്ചു പോന്നു. प्रभु यीशु मसीह के बारे में भी प्रचार करता रहा, सिखाता रहा। അവിടെ സ്ഥാപിതമാകുവാൻ പോകുന്ന ദൈവരാജ്യത്തിന്റെ രാജാവ് യേശുവാണെന്നാണ് അവിടെ തെളിയിക്കുന്നത്. वहां पर जो स्थापना करने वाला परमेश्वर का राज्य का राजा प्रभु यीशु मसीह करके बहुत स्पष्ट से सिखाता है। അല്പസമയം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചത്, थोड़ा समय से आप लोग ध्यान दिया होगा, ഈ ഭൂമിയിൽ ഒരു രാജാവ് വാഴും, इस धरती पर एक राजा राज्य करेगा, അത് രാജാതിരാജാവും കർത്താതികർത്താവുമായ യേശുവാണ്. वो राजाओं का राजा प्रभु यीशु मसीह है। വളരെ മനോഹരമായ സമത്വ സുന്ദരമാർന്ന ഒരു ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും. बहुत अच्छा सुंदर धार्मिकता से भरा हुआ एक राज्य को प्रभु यीशु मसीह इस दुनिया में स्थापना करेगा। ആകാശത്തിന് കീഴിലുള്ള എല്ലാ രാജ്യങ്ങളുടെ മഹത്വത്തിന് മേലും കർത്താവും അവന്റെ അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരെ നമ്മളും ഭരിക്കും. इस आकाश के नीचे जितने भी देश है उस सारे देशों में परमेश्वर का राजा लोग, पवित्र लोग और प्रभु यीशु मसीह राज्य करेगा। ഈ ലോകത്തിൽ അനേക രാജാക്കന്മാരും മന്ത്രിമാരും ഭരിച്ചു കഴിഞ്ഞ കാലഘട്ടമാണ്. इस दुनिया में कई राजा और मंत्री लोग शासन किया, ऐसा जमाना है। എന്നാൽ ഭരണം കിരാത ഭരണമായി തുടരുകയാണ്.
लेकिन जो आज का जो शासन है बहुत खराब चल रहा है, അവിടെ ഭരണം കിരാത ഭരണമായി തീരുകയാണ്. बहुत खराब रीति से शासन कर रहा है. ജനത്തിന് അംഗീകരിക്കുവാൻ കഴിയാത്ത നിലയിൽ ഭരണം തുടരുകയാണ്. लोगों को स्वीकार नहीं कर सकता है, ऐसा रीति से शासन चल रहा है. ഈ സമയത്ത് ഈ പ്രപഞ്ച സൃഷ്ടികർത്താവായ മഹാദൈവം इस समय में इस सारे दुनिया की सृष्टिकर्ता प्रभु यीशु मसीह സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലെ ഭരണം ഏറ്റെടുക്കുകയാണ്. स्वर्ग से इस धरती पर आकर इसका राज को ले रहा है. ഭരണം ദൈവത്തിന്റെ അധികാരത്തിൽ കൊണ്ടുവരുന്നു. राज करना परमेश्वर की अधिकार में वो लाता है. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഫലമായി വീണ്ടെടുക്കപ്പെട്ട ഭക്തന്മാരും ഭരണകർത്താക്കളായി തീരുകയാണ്. यीशु मसीह का लहू से जो उद्धार पाया हुआ पवित्र लोग भी इस दुनिया को शासन करने जा रहा है. അവർ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി ഈ ഭൂമിയിൽ ഭരിക്കും. और राजा और पुरोहित करके यहाँ पर शासन करने जा रहा है. ഈ കാര്യത്തെക്കുറിച്ച് കാര്യകാരണ തെളിയിക്കുന്ന സംവാദങ്ങളാണ് പൗലോസ് നടത്തിയത്. इसके बारे में, इस विषय के बारे में जो समझाने के लिए वाद विवाद प्रेरित पौलुस ने किया करता था. അതേ പ്രിയമുള്ളവരെ, वो प्रियो, അധികം താമസിയാതെ കർത്താവ് താൻ ഗംഭീരനാഥത്തോട് മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടും. जल्दी से जल्दी प्रभु यीशु मसीह बादलों पर प्रकट होगा. തന്റെ വിശുദ്ധന്മാരെ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് മാറ്റപ്പെടും. अपना पवित्र लोगों को यहाँ से आकाश मंडल की ओर ले जाएगा. വലിയ വലിയ പ്രതിഫലങ്ങൾ അവരവർക്കുള്ളത് കർത്താവ് കൊടുക്കും. बड़ा बड़ा प्रतिफल अपना हिसाब से परमेश्वर उनको देगा. കിരീടങ്ങൾ ചൂടിക്കും. जो मुकुट उनको पहनाएगा. അങ്ങനെ 7 വർഷം അവിടെ തുടരും. वहां 7 साल ऐसा बिताएगा. ആ 7 വർഷം ഭൂമിയിൽ മഹാപീഡനം എന്ന് പറഞ്ഞാൽ ഒരു ദുരിതങ്ങളുടെ കാലഘട്ടമാണ്. वो 7 साल इस दुनिया में बहुत पीड़ा की काल होगा. ഏറ്റവും ഭയങ്കരമായ യുദ്ധങ്ങളും എല്ലാ നാശവും നടക്കുന്ന ഒരു കാലമാണ് 7 വർഷം. सबसे बहुत बड़ा युद्ध और क्रूर पीड़ाएं होने वाला समय है ये 7 साल. അവിടെ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്തുകൊണ്ട് वहां पर सारे युद्ध को बंद करते हुए യേശുക്രിസ്തു രാജാതിരാജാവായി ഭൂമിയിലെ ഭരണം ഏറ്റെടുക്കും. प्रभु यीशु मसीह राजाओं का राजा करके सारे युद्ध को बंद कर यहाँ पर अपना शासन अपने हाथ में ले लेगा. ഇസ്രായേലിന്റെ ഹൃദയഭാഗമാകുന്ന ദാവീദിന്റെ പട്ടണത്തിൽ തന്റെ സിംഹാസനം സ്ഥാപിക്കും. इसराइल का जो हालेलुया चंग जो उसका छाती का जगह है वहां पर दाऊद के शहर में प्रभु यीशु मसीह आ जाएगा. അങ്ങനെ ഭൂതലത്തിലെ എല്ലാ രാജ്യങ്ങളുടെ മേലും കർത്താവിന്റെ അധികാരം ഉണ്ടായിരിക്കും. इस पृथ्वी के सारे देशों के ऊपर परमेश्वर प्रभु यीशु मसीह का अधिकार होगा. നീതിയുടെ ഭരണമായിരിക്കും. वो धार्मिकता की शासन होगा. സമാധാനത്തിന്റെ ഭരണമായിരിക്കും. शांति का शासन होगा. ഇതിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. इसके बारे में अगले एपिसोड में बाकी बातों को हम बयान करेंगे. പൗലോസിന്റെ ശക്തമായ ആ പ്രേക്ഷിത കാലഘട്ടം प्रेरित पौलुस का जो प्रभावशाली समय में യേശുവിന്റെ നാമത്തെ ഉയർത്തുക എന്നുള്ളതാണ് തന്റെ ദൗത്യം. यीशु मसीह का नाम को ऊंचा उड़ाना उसका नियुक्ति था. മാത്രമല്ല ഭാവിയിൽ താൻ രാജാതിരാജാവായി ഭരിക്കുമെന്നുള്ളത് തറപ്പിച്ചും ഉറപ്പിച്ചും പറഞ്ഞു. इसके बाद परमेश्वर प्रभु यीशु मसीह इस दुनिया को राज्य करेगा करके बहुत स्पष्ट रीति से उसने बता दिया है. അത് സാധാരണക്കാർക്കും ഉന്നതന്മാർക്കും ബോധം വരുമാറ് പൗലോസ് സംസാരിച്ചു എന്നാണ് വായിച്ചത്. वो साधारण लोगों को और ज्ञानी लोगों को भी समझाने के लिए परमेश्वर का दास ने स्पष्ट रीति से बता दिया है. അവയെക്കുറിച്ചുള്ള സംവാദമാണ് ഇവിടെ നമ്മൾ ചിന്തിച്ചത്. उसके बारे में जो बात विवाह यहाँ पर हम मनन किया है. അതെ, യേശു രാജാതിരാജാവായി ഭൂമിയെ ഭരിക്കും. हाँ, प्रभु यीशु मसीह राजा करके इस दुनिया को शासन करेगा. നമ്മൾ അതിൽ അംഗങ്ങളാകണമെങ്കിൽ हम उसका सदस्य बनने का हो तो കർത്താവ് യേശുവിനെ കർത്താവും ദൈവമായി അംഗീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. प्रभु यीशु मसीह को हमारा उद्धारकर्ता के रूप में हमें स्वीकार करना जरूरी है. ദൈവം ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर सबको अनुग्रह करे, आशीष करे. ആമേൻ. आमीन.